ഇപ്പൊ വിളിപ്പിക്കും. വെയിറ്റ് ചെയ്യ്, ഞാൻ ഇന്നലെ വന്ന് പോയതുള്ളേ. ഞാൻ മിനിഞ്ഞാന്ന് വന്നതാ. സാർ, ഒരു ബസ് നിറച്ച് പോക്കറ്റ് അടിക്കാൻ വന്നിരിക്കുന്നു. ബസ് നിറച്ച് പോക്കറ്റ് അടിക്കാൻ? അല്ല സാർ, ഒരു ബസ് നിറച്ച് ആൾക്കാർ ആരുടെയോ പോക്കറ്റ് അടിച്ചെന്നും പറഞ്ഞു. സെബാസ്റ്റ്യ, 15 ആയിട്ടുള്ളൂ. കുറിച്ച് വെച്ചു, എന്നെ ഓർമ്മപ്പെടുത്തണം. അല്ല, എല്ലാരും ഉണ്ടല്ലോ. ഒരു വഴിക്ക് വന്നതല്ല, അതുകൊണ്ട് എല്ലാരും കൂടി. ഇതിന് ആരെയാ കൊണ്ടുപോണ്ടേ? ഇന്ന് ദൈവനാണ് നമ്മുടെ കരിമണവാളൻ. സാർ, എന്റെ പേഴ്സാണ്. മണവാളൻ പാറ, ഇവനൊരു കരിമാടൻ പാറ. ഇതാണ് സാർ പോക്കറ്റ് അടിക്കാരൻ. എന്റെ പോക്കറ്റാണ് അടിച്ചത്. സ്വന്തം പോക്കറ്റിൽ സ്വന്തം പേഴ്സ് അടിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? സാർ, ഇയാളെ പോക്കറ്റിൽ നിന്ന് ആരാണ്ട് അടിച്ചു. പുറത്തെല്ലാരും നിപ്പുണ്ട്. നമ്മുടെ സ്ഥിരം പുള്ളികൾ വിളിച്ചോണ്ട് വാടോ. ഇയാളല്ല സാർ പ്രതി. എങ്കിലും കൈ പൊക്കി പോയതല്ലേ ഒരെണ്ണം. ചെല്ലങ്ങോട്ട്. ആ, പക്കിയോ? എവിടെടാ പേഴ്സ്? ആ, അവിടെ പറയില്ലേ. ഓ വനിത, പോ. ഇങ്ങോട്ട് വാടാ. അപ്പോ അടുത്ത ആളാരാടാ? കേറി വാടാ. പരിശോധിക്കട്ടെ. വരുന്നോ? അയ്യോ, പേഴ്സ് എന്റെ ബാഗില്. ഇതെങ്ങനെ വന്നു സാർ? സെബാസ്റ്റ്യ, എണ്ണിക്കോ. 1 2 ആരാ ഫോൺ ചെയ്തത്? ആരാ പീഡിപ്പിച്ചത്? പീഡനത്തിനിരയായ മിസ് യമുന റാണി എവിടെ? ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു. സമ്മതമില്ല. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും. എവിടെ അവൻ? അത് ശരി, മുണ്ടും ഷർട്ടും ഒക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു എന്റെ ഉദ്ദേശം. ഞാൻ ഫിലിം സ്റ്റാർ കൃഷ്ണകുമാർ ഈ പടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ഭ്രാന്തനായിട്ട് ജീവിക്കുന്നു എന്ന് പറ. ഒറിജിനൽ ഭ്രാന്തനെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചോ അല്ലേ? ആരും ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. സാർ, ഇവനാണ് ഫോട്ടോ എടുത്തത്. ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു. വെരി ഗുഡ്, താങ്ക് യു. പേരെന്താ പറഞ്ഞത്? ഗോപകുമാർ. നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല. ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്, മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഞാൻ ഇവിടെ SI ആയിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും അയക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷെ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല, അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്. അവൾ സർവസ്വമാണ്. ചേട്ടാ, SI അല്ലേ, സാരില്ല. സോറി പെങ്ങളെ. ബെസ്റ്റ് വിഷസ്. കർത്താവേ, ഇയാൾക്ക് വട്ടാന്നാ തോന്നുന്നത്. ഷൂട്ടിംഗ് നടത്തിക്കില്ലേ? ഇയാള് പഴയൊരു നാടക നടനാ. മിണ്ടണ്ട, സ്ഥലം SI അല്ലേ. കോൺസ്റ്റബിൾസ്, ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ 1000 പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും. എവിടെ യമുന റാണി? മൂക്കുകൊണ്ട് 1000 പ്രാവശ്യം അമ്മ അമ്മ. എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം ഇന്ദ്രജിത്ത്. ദാ ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാഡത്തിന്റെ അങ്കലാവണ്യം നശിപ്പിച്ചു കളഞ്ഞിരിക്കും. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മാഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം. നോക്കണ്ട, മാഡത്തിന്റെ ഫോട്ടോ തന്നെയാണ്. മാഡത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഡം മടങ്ങുന്നവരെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ കാണുമ്പോൾ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെയല്ല, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്തത്. അല്ലെങ്കിലും കാക്കി ഇട്ടവൻ കാക്കി കണ്ടാ സല്യൂട്ട് ചെയ്ത് പോവും. IPC മൂവ്. യെസ് സാർ. ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രവാളിന്റെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം SI ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തയ്ക്ക് വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും, അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കം അങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥരെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി 4 തെറിയൊക്കെ വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തനെ തെറി വിളിക്കുന്നത് IPC എത്രാം വകുപ്പിൽ വരും ഹെഡ് കോൺസ്റ്റബിളെ? ചായ തണുത്തു പോകും. തണുത്തോട്ടെ അച്ഛാ. കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടതേ തെറിയല്ല, തിയറിയാ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ.
സൽപ്പേര് വന്നില്ലടോ. സൽപ്പേരിയേട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റ് ആണല്ലോ. ഒരു ഭാര്യയും 2 കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോ 2 ഭാര്യ 7 മക്കളും ഉള്ള സൽപ്പേരിയേട്ടന്റെ കാര്യം. അച്ഛാ ആ പട ഇറങ്ങി കഴിഞ്ഞു. ഒന്ന് നിന്നേ, ബട്ടൺസ് ഇട്ടോട്ടെ. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ. ഇല്ല മോളെ, എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളിക്കൊടുക്ക. അയ്യോ കേട്ടടാ. മഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ജുവിന് മഞ്ഞ ഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ? ഓ ആശ്വാസം. സമയമായി. ആ ടാറ്റാ. വേഗം ചെല്ല്. ആ എന്താടോ വൈകിയത്? സർ, 1-ാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 2-ാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 1-ാം ഭാര്യ. മതിയടോ. സർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. ഫാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡിയിൽ എടുക്കാൻ രാമകൃഷ്ണൻ പോയിട്ടുണ്ട്. ഓക്കെ, വേറെ വകുപ്പുകളുണ്ടല്ലോ, അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ, ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ. 2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതി സൽപ്പേര് സദാനന്ദന്റെ കഴിവാ. അതാണെന്താ? നോ സാർ. കേട്ടോ? ഭാഗവതരി മാമ ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ, അതുകൊണ്ടാ. മാമൻ വിഷമിക്കണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ ബാ മാമ ബാ. DGPയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും. ആണോ? വലക്കല്ലേ മോളെ. ഏയ്, നല്ലവളാ. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ. അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. പൊന്നിൻ വളകിലുക്കി വിളിച്ചുണർത്തി വന്നു. വെയിറ്റ് ചെയ്യാൻ പറയൂ. യെസ് സർ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ. നമുക്ക് അനുബന്ധത്തിലേക്ക് കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. വേഗം മാറ്റോടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുമെന്നുള്ള പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷൻ ആകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്താ വനിതാ പോലീസിൽ യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ. തന്റെ കക്ഷത്തിൽ എന്താടോ? ലാത്തി.
ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരമുള്ള ലാത്തി ഇറക്കി തുടങ്ങിയോ? Sorry, sir. എന്തൊക്കെയാ കമ്മീഷണർ ഇത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിനോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ് കമ്മീഷണർ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയാകാത്തോ സാർ. ആട്ടെ, പാടിയ പാട്ട് അമീർ കല്യാണിയല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി. Shut up! രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തകാലത്ത് കരുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? സാർ, കം ഓൺ. എടോ, കാക്കയ്ക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കയ്ക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ അകമാനത് കല്ലൽ ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? സാർ, നമുക്ക് പറ്റിയ DIG സാർ. ഞാൻ കള്ളനല്ല, ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണ്. ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണെന്ന്. സാഗർ, ഞാനൊരു പ്രസിദ്ധ നോവലിസ്റ്റാണ്. ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റ്. ഞാൻ കള്ളനല്ല, നിരപരാധിയാണ്. ഞാനൊരു പ്രസിദ്ധ പോലീസേ, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല പോലീസേ. ഇപ്പൊ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്തോണ്ടോ? അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതിപ്പം പാതാളത്തിൽ പോയി കിടക്കായിരുന്നോ? താനല്ലേ ഇവിടുത്തെ തഹസിൽദാർ? എന്തുണ്ടാവാൻ? പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി. ഭാഗ്യത്തിന് ഇവിടുത്തെ SI ഒരു ബോർണ, എന്റെ നോവലുകളുടെ ആരാധകൻ. താനിതവരും തഹസിൽദാരായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? കിഴങ്ങെ തന്റെ വീടാണെന്ന് കരുതി പുറവേശ വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. സോറി, അയ്യോ, പറ്റിപ്പോയി. സാഗർ സാറേ, അപ്പോഴേ സാഗർ സാറേ, താൽഷീദാർ വിടുന്ന ലക്ഷണമില്ല. കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാരും വേറൊരു തഹസിൽദാരും റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണും പിള്ളേർക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പോ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെ. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാൻ കിടക്കുക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? പുതിയത് കുറെ അല്ലാതെ കേസിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ അവർ. എന്തായാലും FIR ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസേ, സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ വാടക വീടുണ്ട്. വാടക വീടുണ്ട്. ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്കുക. സാർ, നന്ദി ഇൻസ്പെക്ടർ, 1000 നന്ദി. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം, വീണ്ടും വീണ്ടും. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്ന്. ഡോണ്ട് വറി, സയൻസോ. എവിടെ വിളിക്കണ്ട? എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയടാ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല ആണോടാ?
എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങള, ആങ്ങള. അല്ല, ഇത് പെങ്ങള, സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്? തങ്കപ്പൻ. ആ, സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ, പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവൻ ആരാ? എനിക്കറിയില്ല. ഈ ഞാൻ ആരാ? എന്റെ ചായൻ. അപ്പൊ നീ എന്താടാ പറഞ്ഞത്? ഐ എം സോറി. ഞാൻ ആരാണ് ഇത്ര നീട്ടിയടിക്കാൻ? മണി നിന്റെ അപ്പന്റെ വകയാണോ? ആരാടാ അത്? ഓ, നീയായിരുന്നോ? പോലീസായ ഞാൻ പേടിച്ചു പോയല്ലേ. സാറ് പേടിച്ചു പോയെന്നോ? സിറ്റിയിലെ സാമൂഹ്യ ദ്രോഹികളെ കിടുകിട വിറപ്പിക്കുന്ന കിടിലം എന്ന പേരിൽ അറിയപ്പെടുന്ന CI മാൻസിംഗ് വെറും ഒരു കോളിംബെല്ലിന്റെ ശബ്ദം കേട്ട് പേടിച്ചെന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പേടിച്ചു പോയെന്നല്ല പറഞ്ഞത്, എന്നെ കണ്ട് താൻ പേടിച്ചു പോയി എന്നാണ് ഉദ്ദേശിച്ചത്. മണി അടിക്കുന്നതിനൊക്കെ ഒരു മര്യാദയ്ക്ക് വേണ്ടടോ. ക്ഷമിക്കണം സാർ, പ്രസ് ചെയ്തപ്പോ മണി ഇത്രയും പ്രശ്നക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. മേലിൽ ഇത് ആവർത്തിക്കരുത്. ലിസ്റ്റ് പ്രകാരമുള്ള സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാത്തിനും ISI മുദ്ര ഉണ്ടല്ലോ. പിന്നെ എന്നാ താൻ പോയിക്കോ. സാധനം ഇവിടെ വെച്ചിട്ട് പോടാ. ഇതെന്താ സാർ? ഞാൻ കൊടുത്തു വിട്ട ലിസ്റ്റിൽ ഈ വക സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പെണ്ണും പെടക്കോഴിയില്ലാത്ത എനിക്കെന്താണ് ഇതൊക്കെ? സോറി. എന്തോന്ന് സോറി? തന്ന സാധനങ്ങളൊക്കെ മാറിപ്പോയി, ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് വരാനല്ലേ തന്റെ പരിപാടി? അയ്യോ, അങ്ങനെയൊന്നും മനസ്സവാച കർമ്മണം ഞാൻ ചിന്തിച്ചിട്ടില്ല. മറ്റുള്ള കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ലേഡീസിനെ കളിയാക്കിയുള്ള വകുപ്പ് എത്രയെന്നറിയോ തനിക്ക്? സെക്ഷൻ 302 മരിക്കുന്നവരെ തൂക്കിക്കൊല്ലാം. എന്താ സഹോദരി പ്രശ്നം? ലിസ്റ്റ് സഞ്ചി മാറിപ്പോയതാ സാർ. മനഃപൂർവ്വം മാറ്റിയതാ സാർ. ആണോടാ? സാറിന്റെ സഞ്ചി ലേഡീസ് ഹോസ്റ്റലിലും അവരുടെ സഞ്ചി സാറിന്റെ വീട്ടിലായി. അതേപ്പറ്റി ചോദിക്കാൻ തന്നെയാണ് ഞാനും വന്നത്. എന്താ മിസ്റ്റർ തീരെ ശ്രദ്ധയില്ലാത്ത? ഈ ഒരു അനാസ്ഥ ഈ സ്ഥാപനത്തിന്റെ സൽപ്പേരിന് എന്തുമാത്രം കളങ്കം വരുത്തുന്നത് തനിക്കറിയാമോ? എന്നെ പോലെ ധീരനും ബിസിയുമായ ഒരു പോലീസ് ഓഫീസറുടെ എന്തുമാത്രം സമയമാണ് താൻ കവർന്നത്? ഇന്ന് തന്നെ 6 പീഡനങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടവനാണ് ഞാൻ. ഓഹോ, അപ്പൊ നീയാണ് ഇതിന്റെ പിന്നിലല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ തെണ്ടി. നോക്കി നിൽക്കാതെ ഇതിനൊരു പരിഹാരം കാണടോ. സാർ ഒരു മിനിറ്റ്. മാഡം പ്ലീസ്. ഇതാ സാറിന്റെ മാറിപ്പോയ സഞ്ചി. ബീരാൻ സാറേ, ഇതാ മാഡത്തിന്റെ സഞ്ചി. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. വെരി ഗുഡ്. ഇത്രയും ബുദ്ധിയുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമില്ലാത്തത്. ബൈ ബൈ, കീപ് ഇറ്റ് അപ്പ്. ഫോളോ മീ. ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അത് കൊള്ളാം. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട. അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ്? ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. താങ്ക് യു.
എടോ, ഉന്നമാണ് ഒരു പോലീസുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉന്നത്തെ കുറിച്ച് മഹാകവികൾ വരെ പാടിയിട്ടുണ്ട്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിങ്കിലാക്കളെല്ലാം. സാറേ, ഈ ഉന്നം നോക്കുമ്പോ ഒരു കണ്ണ് അടച്ചു പിടിക്കുന്ന എന്തിനാ? എടോ, 2 കണ്ണും അടച്ചു പിടിച്ചാ പിന്നെ വല്ലതും കാണാൻ പറ്റും. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എറിഞ്ഞോ? പോരാ പോരാ, എറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെയല്ല, അതെ നോക്കൂ, ഇങ്ങനെ അറിയണം. ഇല്ലല്ലോ, ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. എറിഞ്ഞോ? ഇത് കൊള്ളൂലേ? നല്ല ഉന്നുള്ള കൈയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇവിടെ വന്നേ. ആ 2 കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണ് ഈ തെണ്ടി. എടാ, നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയല്ല. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. കൈമാറ്റടാ, കൈമാറ്റണം. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടല്ലോ. വേഗം സ്ഥലം വിട്ടോണം. ഇനി 2 പേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിനെറിഞ്ഞ് മുട്ടുകാലിയോടെ ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റും. പിടിക്കാൻ സാറേ. അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ അതെ, വാഴക്കൊല നാടൻകായ. ആഹാ, വാഴക്കൊല ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്നെ ഉന്നം തെറ്റിട്ടില്ല. വല്ലയിടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? ആ അതെ. അയ്യോ, എന്നാ വേണ്ട. വേണേ പൊക്കിയോടെ പോകണ്ട. അയ്യേ വേണ്ട. സാർ, സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാനേജർ. ഗുഡ് മോർണിംഗ്. Glad to meet you. പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ? അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും. നമ്മുടെ MLA തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപ്പിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്ര പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനിന്ന് ആന്ധ്ര പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യയും ചേർന്ന് അല്ല, ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ? ഉണ്ട്. ആ, തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 5 ലക്ഷം രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ. ഞാൻ ആളിനെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ. കൂടെ ചെന്നാ മതി സാർ. താങ്ക് യു വെരി മച്ച് സാർ. എന്തെങ്കിലും ആവശ്യമുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇരിക്കണമെങ്കിൽ സാറിനോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കും അല്ലടാ ഫുൾ. സമയമായി. മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം.
ജനസേവനം ജനസേവനം ഏതു നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്ക് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണ്ണപ്പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തി വീശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസുകാർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയിൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോഴിതാ ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും 5% അത്രേ പലിശ. നിങ്ങൾ വലിയവനാണ് തങ്ങൾ. You are great. It's all right. ഞങ്ങളുടെ ഏജന്റുമാർ വിവരം അറിയിച്ചു, നിങ്ങൾ വന്നു. ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% അല്ല, വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. എങ്കിൽ ആരംഭിക്കാം. വരൂ. Queue, please. Queue. 3 പവൻ. ഓഹോ, 3 പവൻ. അല്ല ചെക്കോ? തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ മതി. CI ആണ് പറയുന്നത്. വയ്ക്കോളൂ. സ്വർണം പണയം വെച്ചിട്ട് വല്ലവരും ചെക്ക് വാങ്ങി പോരോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ. അക്കൗണ്ടിൽ പണമില്ലല്ലോ. ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ. CIയുടെ കൂടെ വന്ന് ഒരുത്താൻ 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? CI ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. CI സാർ 1 മാസമായി ലീവിലാണ്. നിങ്ങളെ ആരോ പറ്റിച്ചതാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതി തരൂ. ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ? എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ? ഒരു രസം. എന്റെ നമ്പർ 100. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടോ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ രാത്രി കൊണ്ട് നിന്റെ അണ്ടർവെയർ ഇട്ടിട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പറും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സാർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മണിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിരിക്കണം. എന്റെ ഡാഡിയാണ്. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാറിന്റെ അച്ഛനായില്ലയോ? ആ, ഇരി. വകുപ്പ് 354. പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സാർ, ദേവി ഇത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സാർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായ ഈ അച്ഛനെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? ആ, നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തിട്ട് പോ. താങ്ക് യു സർ. ഓ,
താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലെ താങ്കളുടെ ബാങ്കിൽ ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. ഓ, നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ഇരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ? ശരി സാർ. ഇതവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ. അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഡിക്കി തുറക്കണോ? സർ, അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ? രാവിലെ കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിലൊരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്. പിന്നെ ഞാൻ വിചാരിച്ചു മാസം അവസാനം ആവുമ്പോഴാണല്ലോ പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവരിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 മണിക്ക് കോടതിയിൽ എത്താനുള്ള ലൈസൻസ് എടുക്കടാ. ഓ, ലൈസൻസ് എടുക്കടാ. അതല്ലേ ഇപ്പൊ തന്നത്? എപ്പോ തന്നു? എന്തോ? ഓ, അങ്ങനെ. ഓ, ഇപ്പൊ ഇങ്ങനെയാ. സാറേ, ഇത് വക്കാലത്ത് നാരായണൻകുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടിപ്പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ. അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇരിക്കാ. ഇവനെ ജീപ്പിലേക്ക് എടുക്കടാ, ഇവന്റെ സ്കൂട്ടർ സ്റ്റേഷനിലേക്ക് എടുക്കടാ. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻകുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങളിട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിനെ വെറുതെ വിട്ടില്ലെങ്കിൽ എന്ത് വരണം വരണം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് സ്വാഗതം. ഇരിക്കണം, പ്ലീസ് വിസിറ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ, ഓ ഇവിടെ നിന്ന് പോയല്ലോ. സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, എന്തിനാണാവോ അടിയനെ വിളിപ്പിച്ചത്? നന്ദി പറയാൻ. സർക്കിൾ ഇൻസ്പെക്ടർക്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു. അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വകുപ്പിൽ പരാതി അർപ്പിച്ചു. എന്നിൽ ജനസേവനം, ദേശീയബോധം, പൗരധർമ്മം, നീതിസാരം, സാമൂഹ്യ നന്മ, പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? നീ ഇതെനിക്ക് പണ്ടേ പഠിപ്പിച്ചു തന്നിരുന്നതിൽ കോമ്പോസിഷനിൽ 10ൽ 11 മാർക്ക് വാങ്ങിച്ചല്ലടാ. വൈകിട്ടാണെങ്കിലും പഠിപ്പിച്ചു തന്നതിൽ നന്ദിണ്ടാ. വാക്കാലത്തെ അത് കറക്റ്റ്.
മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ. ഞാനിപ്പോ ഒരു ഡ്രാക്കുളടാ, ഡ്രാക്കുള. നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലമാറ്റമായി വന്നേക്കണേ. ഇത് തിരുവനന്തപുരം തലസ്ഥാനം. ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പത്തിരിക്കുന്നമാരുടെ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. നിന്റെ നിയമം ഇവിടുത്തെ യമകിങ്കരന്മാരുടെ മുമ്പിൽ വില പോവില്ല കുട്ടി. ഹലോ, അല്ല ഉടുപ്പി ഹോട്ടല്. നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും. പട്ടാപകല് പത്മതീർത്ഥത്തിൽ നിന്നെ മുക്കിക്കൊന്നാലും കൈ കെട്ടി നോക്കി നിൽക്കോടാ പുല്ല്. ഞങ്ങളുടെ നാട്ടില് പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട്. എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. അതാണ് അതിന്റെ ശരി. നീ നിന്റെ പണി മര്യാദയ്ക്ക് എടുത്തോ. പോലീസുകാരുടെ പണി അവരെടുത്തോളും. ആ DGP കുര്യൻ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമ ലംഘനത്തിന് കേസ് ചാർജ് ചെയ്യണോ വേണ്ടേന്ന് ഞങ്ങള് തീരുമാനിക്കും. ഇത് പോലീസ് മാമിന്റെ പണിയാ. അത് ശരിയാ, നിങ്ങളൊക്കെ വലിയ പണിക്കാരാണല്ലോ. ടു സെർവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോ എന്ന് നാട് നില എഴുതി വെച്ചോട് മാത്രമായില്ല സാറേ. പോലീസുകാർ എന്നെ നിയമം തെറ്റിച്ച അത് നിസ്സാരമായി തള്ളിക്കളയാൻ നാരായണൻകുട്ടിക്ക് ആവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. ഓ ഒന്ന് പതുക്കെ. ശവം. അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്ത്. കുക്കു, അല്ലേലും നിനക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് മമ്മി. അതിലാരും ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. മർഡർ കേസ് ഒന്നല്ലോ, സില്ലി ട്രാഫിക് ലോ. മതി, 100,000 ആരോപണങ്ങളാ നിന്റെ അപ്പന്റെ പേരിൽ. അപ്പോഴാ മകളുടെ പേരിലും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് മമ്മി. വെറുതെ അപ്സെറ്റ് ആവല്ലേ. ആരാടാ തെണ്ടി DGPയുടെ മോളോട് കളിക്കാൻ? പക്കാലത്ത് നാരായണൻകുട്ടി. ഓ, സർക്കിളായിരുന്നു നിന്നെ ഡീപ്രൊമോട്ട് ചെയ്ത് സബ് ഇൻസ്പെക്ടർ ആക്കിയ മിടുക്കൻ. അന്ന് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ ആറന്മുള കണ്ണാടി വരെ പൊതിഞ്ഞോണ്ട് വന്നവനാ നീ. എന്നിട്ടിപ്പോ അവനെ എന്റെ കയ്യിൽ കിട്ടും. പിന്നെ എന്റെ മോടെ നേരെ വിരലി ഊണ്ടിയവന്റെ പേര് കേൾക്കുമ്പോ നെഞ്ചിടിക്കുന്നത് ഇവിടെ കേക്കാം. ഓ, മിന്നലിന്റെ കൂടെ ഇടിയും വേണമല്ലോ അല്ലേ? മിന്നൽ ചന്ദ്ര. സൈനഡ സാർ സാധനം. നിയമം തെറ്റിക്കുന്നവർ ആ പേര് ഉച്ചരിച്ചാൽ അപ്പ കാഞ്ഞു പോവും. വളരെ സൂക്ഷിച്ചു വേണം സാർ അവനെ കൈകാര്യം ചെയ്യാൻ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചെയ്താൽ എസ്റ്റിമേറ്റ് തണ്ടാകും. ഞാനാ ഇടിവെട്ടേറ്റ് പൊള്ളിയവനാ. എന്റെ സ്വഭാവം വെച്ച് ഞാൻ അവനെ നുള്ളാതെ വിട്ടത്. എന്തെങ്കിലും ചെയ്ത സാറിനത് പൊള്ളലേൽക്കുന്ന ഉറപ്പാ. ഇത്തിരി പൊള്ളിയാ പിന്നെ അത് കത്തി ചാമ്പലായെന്ന് പത്രക്കാരെഴുതും. അവർക്കിപ്പോ വക്കാലത്തിന്റെ വാക്കാ വേദാന്തം. അവനൊന്ന് എന്താണോ ഇത് വൃത്തികേട്? തുമ്യാ മതി, കൊടുങ്കാറ്റാണെന്ന് പത്രക്കാരെഴുതും. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേളിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡർ ഇട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും. പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മൊട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. അല്ലേടോ രക്ഷപ്പെട്ട് കട്ടി പോട്ടിருக்க. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എന്നാ കിണ്ടൽ പண்றியா? SI തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സാർ, വലിവാണ്. വലിയ താനാരാ? റബ്ബറോ? ഞാൻ കർത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ?
സ്വർഗം ഒരു വീടിന്റെ പേരാണ് സാർ. 3 തെണ്ടികൾ ചേർന്ന് പൂവോടൊരു പെണ്ണിനെ പിച്ചിച്ചിരുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സാർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സാർ. ആരാ? എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വളയാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോവും. ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല. ജീവ ആരാവള്? അവളാരാന്ന്? അവളാരാന്ന്? ഇവളോ? ഒട്ടിച്ചിരിച്ചെന്നെ സൂചിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ്? തമ്പാനി മുഖം കണ്ടിട്ട് ആരാന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറയാൻ ഞാനത് കാക്കാലോ. ആരാണിവൾ? രണ്ടുപേരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആനനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ഇയാളൊക്കെ ആര് പോലീസിലെടുത്തു? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ 3 പേരെയും ഞാൻ പൊക്കും. പൗലോസേ, വയസ്സാം കാലത്ത് സ്ത്രീ പീഡനമാണ്. IPC 156. 10 വർഷമാണ് ശിക്ഷ. 12 വർഷമല്ലേ? എന്റെ തമ്പാൻ സാറേ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. ആണോടോ? എന്തിനാണോ ഞാൻ കരുതുന്നത്? മകളെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു അച്ഛനോട് ഒരു സ്വന്തം മകളാണോന്ന് ചോദിച്ചാൽ ഏത് അച്ഛൻ സഹിക്കും സാർ? ഹാർട്ട് പേഷ്യന്റ് അടുത്ത് അവർ തമ്മിലുള്ള ബന്ധം സാറിന് അറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവനെ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചു പിടിക്കും. അപ്പച്ചാ, ആ വിടന്മാരെ പിടിച്ചോ സാർ? കെട്ടിപ്പിടിച്ചു. പിടിച്ചല്ലേ? പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൽ. അയ്യോ സാറേ, എന്റെ ചേട്ടൻ ഒന്ന് ചെയ്യുന്നില്ല. കാറിടിച്ച് ചക്രം കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്. ഇതാണ് സ്ഥലം. കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പേരെ അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. സൈക്കിൾ ചാട്, വേഗം ചാടറേ. ചാട്. നീയൊക്കെ പോലീസ്. അയ്യോ, നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. എന്താണ്? ഡോക്ടറെ വിളിക്കുന്നു. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കും. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആഴ്ച മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടും തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യം ഒന്ന് തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുവടി കൊടുക്കൂലേ? അതൊരു ചന്ത ഉണ്ടാവില്ലേ?
അല്ല ഏയ് എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുത്ത്. എന്താണത്? സാർ പർദ്ദയിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത്? പേഴ്സ് വിഴുങ്ങുക? അതെ സാർ, ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ. ഇവൻ എന്തെല്ലാം വിഴുങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ, കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പർദ്ദയിട്ട് നടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും. അതിലൊക്കെയുള്ള സിഐഡികളെ പോലെ വേഷം മാറി കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെയാ പേഴ്സ് പോയത്? എന്ത് ചെയ്യണം സാർ? അന്വേഷിക്കാം. വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സാർ. ശരി സാർ. സോറി സാർ. ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ? വേണ്ട സാർ, ആശുപത്രിയിലായ ഭാര്യയും മക്കളും ഒക്കെ അറിയും. കുടിക്കാൻ വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു. നാരായണ സാർ, നമ്മുടെ സിഐഡിക്ക് കടുപ്പത്തിലൊരു ചായ വാങ്ങിക്കൊടു. ശരി സാർ. വേദനയുണ്ടോ വാസുദേവ? 10-20 പേര് ഫുട്ബോൾ പോലെ എടുത്തിട്ട് ചവിട്ടിയ സാറിനാണെങ്കിൽ വേദന ഉണ്ടാവില്ലേ? സമാധാനപ്പെട്. നമ്മൾ എത്രയോ നിരപരാധികളെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നു. അടിയുടെ വേദന പോലീസുകാരും മനസ്സിലാക്കുന്നത് നല്ലതാ. അടി കിട്ടിയ സാറിനല്ലോ. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ. അത് ശരിയാ, സാറിന് ഉത്തരവിട്ടാ മതി. 24 മണിക്കൂറിനകം കള്ളനെ പിടി, കൊലയാളിപ്പിടി എന്നൊക്കെ എവിടെ നിന്നിട്ട് പിടിക്കാൻ. അഥവാ പിടിച്ചാലോ ക്രെഡിറ്റ് മുഴുവൻ സാറിന്. താൻ ഇതുവരെ എത്ര കള്ളന്മാരെ പിടിച്ചു? സാർ, ഞാൻ എന്നവനെ പിടിക്കുമായിരുന്നു. അതിനിടയിലാ ഏടാ കൂടെ ഉണ്ടായത്. വാസുദേവ, ഇത് സിനിമയല്ല. സാർ എന്നെ വിട്ടിന്നും കൂഷ്പാട്ടം എന്നൊക്കെ വിളിച്ചു. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ. നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചടക്കുന്ന ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്. തങ്ങളാകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും. ഈ സദാവേഷത്തിൽ അവിടെ കയറി ചെല്ലാനൊക്കോ? സാർ എന്നെ വെറും മണ്ടനാക്കരുത്. സിനിമ കണ്ടിട്ടാണത്ര സിനിമ. ഈ കാലത്തെ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല സാർ. വാസുദേവ, താൻ നന്നാകാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ആരെന്ത് പറഞ്ഞാലും ശരി, വേഷം മാറാതെ ഞാൻ കള്ളനെ പിടിക്കില്ല. എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ? ബന്ധുക്കൂസേ, ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കണേ കർത്താവേ. നാട്ടുകാരെ ബാക്കി ഞാൻ തരും. കൊടുക്കണ്ട, ജലപാനം കൊടുക്കണ്ട. കൊണ്ടുപോണോ? എന്റെ പൊന്ന് ശ്രീധര, ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നേ. എത്ര നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ല, താനോടെ പോന്നു? ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലിറങ്ങാം. ഏത് വീട്ടില്? എന്റെ വീട്ടില്. യൂണിഫോം ഒക്കെ അവിടെയാ. വേണ്ട, താ അകത്തോ. അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഇയാളുടെ ചോറ് കൊടുത്തയക്കണം. അല്ല, തനിക്ക് യൂണിഫോമിന് നിർബന്ധമാണോ? അതിന്റെ ചോറല്ലേ സാർ. എന്നാ വീട്ടിൽ പോയി എടുത്തോണ്ട് വരൂ. പക്ഷെ ഒരു കാര്യം, പകലൊന്നും ഇവിടെ ഇട്ടോണ്ട് നടക്കണ്ട. വേണമെങ്കിൽ രാത്രി അതിട്ടുണ്ട് ഈ ഗേറ്റിലൊക്കെ എന്നാ മതി. എന്താ എല്ലാരും നിക്കുന്നത്? ഇരിക്കൂ. സാറിന്റെ റൂമ്. ഓ, അത് ശരി, മുറി. യെസ് സാർ. എന്താ? അല്ല,
അല്ല സാറ് ബെല്ലടിച്ചു. അത് ചുമ്മാ തമാശക്ക് ഇങ്ങനെ. അല്ല ഇത് വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മുടെ ദാസാറിന് എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഈ സിനിമയ്ക്ക് പോയതിനാ നമ്മുടെ കുട്ടന്റെ യൂണിഫോം പോയത്. എന്തിന് ബട്ടൺസ് പറഞ്ഞു പോയ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് വന്ന ഒറ്റ കാരണത്തിനാ പോളാശം വെയിലത്ത് നിൽക്കേണ്ടി വന്നത്. അതൊക്കെ ചെയ്ത ആളാതേ ഇപ്പം. ദാസാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് തീർച്ച. ഉയരത്തിനുള്ള വീഴ്ചയല്ലേ, ചിലപ്പോ തലയിൽ ഞരമ്പ് തെറ്റി കാണും. താനിവിടെ കാണുന്നില്ലെന്നേ, അതൊക്കെ ചുമ്മാ കളിപ്പി കാണുന്നേ. സർ, ആ കസ്റ്റഡിയിലുള്ളവരൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സർ. ആ പെണ്ണുങ്ങൾ നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു സാർ. ഏത് പെണ്ണുങ്ങൾ? സാർ ഇന്നലെ പുലിക്കോട്ടിൽ നിന്ന് പിടിച്ച പെണ്ണുങ്ങൾ. അയ്യോ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നെയാ? അതെ. വിളിച്ചോളൂ. യെസ് സർ. ഇറങ്ങി മാറിയുണ്ട്. ചെലവുണ്ട്. ഇരിക്കൂ. വരുന്നേ. നിങ്ങൾക്ക് പോലീസ് സംഘത്തിൽ എന്താ പണി? നർത്തകികളാണ് സാർ. നർത്തകികളോ? നിങ്ങൾ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ശാസ്ത്രീയമായി നൃത്തം പഠിച്ചിട്ടില്ലാത്ത നിങ്ങളെ നർത്തകിലായി നിയമിച്ച പുലിയെ വേണം തല്ലാൻ. തല്ലണേ സാർ. ആരെ? അല്ല സാറ് പുലിയെ തല്ലണമെന്ന് പറഞ്ഞത്. തല്ലണോ? തല്ലിക്കോ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നൃത്തം ചെയ്യാണ് സാർ. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നൃത്തം ചെയ്യോ? അതൊരു കലയല്ലേ, അല്ലേ? അതെ സർ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സാർ. അപ്പൊ നിങ്ങളുടെ ഈ നൃത്തം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്കിലൊന്ന് കണ്ടേലേ. റെഡി?